everyone, welcome to the video. എൻ്റെ പേര് അനസ്യ. ഞാൻ ട്രിപ്പിളിലെ ബിസിനസ് സ്റ്റഡീസ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും 10ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ നന്നായി എഴുതി വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 10ാം ക്ലാസ് ആണ് ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഏത് കോഴ്സ് സെലക്ട് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ പല ആൾക്കാരും പല രീതിയിലാണ് കോഴ്സസ് സെലക്ട് ചെയ്യുന്നത്. ചില ആൾക്കാർ എന്താണ് വീട്ടിലുള്ള നിർബന്ധ പ്രകാരം, അതായത് നീ സയൻസ് എടുക്കണം, നീ കൊമേഴ്സ് എടുക്കണം എന്നുള്ള ഒരു നിർബന്ധ പ്രകാരം കോഴ്സസ് സെലക്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇതാണ് ഈ ഒരു കോഴ്സാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാനും ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുകൂടാതെ 10ാം ക്ലാസ്സിൽ എനിക്ക് 10 A+ കിട്ടി, അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നു. അതുപോലെ തന്നെ 2 or 3 A+ കുറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുക്കാം. അതും അല്ലെങ്കിൽ നല്ല മാർക്ക് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സയൻസ് ആണ് എല്ലാം, സയൻസ് എടുത്തില്ലെങ്കിൽ നീ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സയൻസ് എടുക്കുന്ന കുട്ടികളും ഉണ്ട്. ഇതിലൊന്നും പെടാതെ എനിക്ക് ഒരു ലക്ഷ്യബോധമുണ്ട്, എനിക്ക് ഒരു IAS ഓഫീസർ ആവണം, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. അല്ലെങ്കിൽ എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം, അതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുക്കുന്നു. അതും അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആവണം, അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നു എന്ന് കറക്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി കോഴ്സസ് സെലക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആദ്യമേ പറയട്ടെ, മറ്റുള്ളവരുടെ നിർബന്ധ പ്രകാരം നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യരുത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ടേസ്റ്റുകൾ എന്തൊക്കെയാണോ, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഞാൻ എവിടെ നിൽക്കണം, എവിടെ എത്തിപ്പെടണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ച് വേണം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ +1 കൊമേഴ്സ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം +1 സയൻസ് എടുക്കുന്നവരെ സംബന്ധിച്ച് അവർ 10 വരെ സയൻസ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷനാണ് +1 +2 കാണാനായിട്ട് പോകുന്നത്. പക്ഷേ കൊമേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതുവരെ പഠിക്കാത്ത കുറേ സബ്ജക്ട്സ് ആണ് കൊമേഴ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ 1ാം ക്ലാസ്സിലൊക്കെ പുതിയ പാഠങ്ങളൊക്കെ പഠിച്ചതുപോലെ തന്നെ പുതിയ പാഠങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് വേൾഡിലാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊമേഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. പുതിയ സബ്ജക്ട്സുകളാണ് എന്നുള്ള മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് പ്രത്യേക ക്രൈറ്റീരിയയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൊമേഴ്സ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സ്റ്റഡി പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഹൈസ്കൂൾ ജേർണിയിൽ കണ്ടിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ ആയിരിക്കില്ല +1 +2 കൊമേഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കുക. ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് തന്നെ നമുക്ക് കൊമേഴ്സ് സ്ട്രീം എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്ന മറ്റൊരു കാര്യമായിരിക്കും, സയൻസ് എടുത്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ, കൊമേഴ്സ് എടുത്ത് പഠിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, കൊമേഴ്സിന് ജോലി സാധ്യതകളില്ല, സയൻസിന് മാത്രമേ ജോലി സാധ്യതകളുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കൊമേഴ്സ് എടുത്ത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഭാവിയിലേക്ക് എന്താണ് ഗുണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. കൊമേഴ്സിന് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരൊറ്റ ഒപ്പിനാണ് വില, അല്ലെങ്കിൽ ഒപ്പിന് ലക്ഷങ്ങൾ വിലയുള്ള പ്രീമിയം കോഴ്സസ് ഒക്കെ നമ്മുടെ കൊമേഴ്സിൽ ഉണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്ത് പെട്ടെന്ന് തന്നെ ലൈഫ് സെറ്റിൽ ആക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് CA, CMA, ACCA, CS, CMA USA എന്നീ തുടങ്ങിയിട്ടുള്ള കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ സമൂഹത്തിലെ ഏതൊരു മേഖല എടുത്തു നോക്കുമ്പോഴും അവിടെയെല്ലാം ഒരു കൊമേഴ്സുകാരനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കൊമേഴ്സിൻ്റെ ആവശ്യകത കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും കൊമേഴ്സുകാരെ ആവശ്യമാണ് അല്ലേ. ഹൈ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഹൈ സാലറി പാക്കേജ് ഉള്ള ജോബ്സ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ചേഞ്ചിങ് ആണ് കൊമേഴ്സ് സ്ട്രീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രോമിസിങ് സെക്ടർ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ കരിയർ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ കരിയറിൽ എവിടെ നിൽക്കണോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുക, ചൂസ് വൈസ്ലി. അപ്പോൾ കൊമേഴ്സ് പ്രൊഫഷണൽ ആവണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഗൈഡൻസും സപ്പോർട്ടും നൽകാൻ ട്രിപ്പിൾ ഫാമിലി നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.